عليكم ورحمة الله تعالى وبركاته. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റൊരു മുന്നിലേറുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അതുപോലെ നല്ലവരായ നാട്ടുകാർ, ഉമ്മത്തങ്ങന്മാർ, ഞാൻ ഇന്ന് ഒരുമിച്ച് കൂടിയ ഉദ്ദേശം എന്നാണ് പറഞ്ഞാൽ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഈ സുന്ദരമായ നിമിഷത്തിൽ ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകം കണ്ട ശാന്തിയുടെ നായകൻ, ലോകമെമ്പാടും സ്നേഹത്തെ പ്രചരിപ്പിച്ച ഒരു നായകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകമെമ്പാടും സ്നേഹത്തെ പ്രചരിപ്പിച്ച് സ്നേഹത്തിലും ശാന്തിയിലും സ്നേഹത്തെ പ്രചരിപ്പിച്ച ഒരു നായകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെ മനസ്സ് തിരിപ്പിച്ച ഒരു നായകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊലയും അക്രമവും വ്യഭിചാരവും നിറഞ്ഞതായ അറേബ്യൻ സാമ്രാജ്യം ഇരുവിന്റെ മറവിൽ നിന്നുകൊള്ളുകയായിരുന്ന ആരാധികവാസികൾ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ ഒതുക്കി പിറന്ന വീണ കുഞ്ഞി പെണ്ണാണെങ്കിൽ ജീവനോടുകൂടെ വഹിച്ച് മുടങ്ങുന്ന ജനസമുദായത്തിലേക്ക് പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പെണ്ണ് റഹ്മത്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് പെണ്ണിനെ വളർത്തിയവർക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത നേതാവ് ഉണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും മനസ്സിലെ രാജാവായ പച്ചകുപ്പയുടെ താരമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. മുത്തുനബിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്രകാരന്മാർ ഇന്നും പ്രശംസിച്ചു കൊടുക്കുകയാണ്. ഖുർആനിൽ സിഖ് ഭാഷയിൽ പറയുന്നു, ഫമാ ഹദ മുഹമ്മദ് വകയകാനൽ കൈസാ ബിദാസദി. മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, അതിനെ പിൻപറ്റി ജീവിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തങ്ങളുടെ ജീവിതം അത് പാഠം ഉൾക്കൊണ്ടവരാണ്. അത് ജീവിതശൈലി മാത്രമല്ല, നീതിയും മാത്രമല്ല, അധികാരവും ശൈലിയും ലോകം തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാൾക്ക് പറയുകയാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമായിരുന്നു. അങ്ങനെയുള്ള ഭരണമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ഇങ്ങനെയുള്ള ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് എന്താ മടി? പ്രിയമുള്ളവരെ, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുഴുവൻ സ്വഹാബാക്കൾ ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കളെക്കാളും അങ്ങയാണ് നബിയെ സ്നേഹിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങോരോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ താങ്ങുന്ന ശക്തി അവരിൽ ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അവരുടെ സുന്നത്തുകൾ പിൻപറ്റണം എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.